ഹലോ ഹായ്. ഇപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കിംഗാണ്. ബീഫ് കൊണ്ട് ഉള്ള സ്പെഷ്യൽ റെസിപ്പിയാണ്. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പ്ലേറ്റിൽ നമുക്ക് ആവശ്യമുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ എടുക്കണം. അതിന് വേണ്ടത് മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് അത് കുറച്ച് തൈര് ഒഴിച്ച്, വെള്ളം ചേർക്കാതെ തൈര് മാത്രം ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ച് എടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബീഫ് കനം നന്നായിട്ട് കുറച്ച് മുറിച്ചെടുത്ത ബീഫാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നാലും അത് നന്നായിട്ട് വേവുള്ളൂ. ഇനി ഈ മസാല ബീഫിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ബീഫിൻ്റെ കഷ്ണം നമ്മൾ കൈ കൊണ്ടൊന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ എന്തെങ്കിലും കത്തി അല്ലെങ്കിൽ നമ്മുടെ ഫോർക്ക് അങ്ങനെ എന്തെങ്കിലും വെച്ച് നന്നായി ഒന്ന് കുത്തി, അത് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ബീഫ് ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി നന്നായി ഒന്ന് കുത്തി കൊടുക്കണം. നമുക്കൊന്ന് അടച്ചിട്ടൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്തുകൊണ്ടായാലും അടച്ചാൽ മതി. ഞാനിവിടെ പുളിത്തീൻ ഡ്രാപ്പ് വെച്ച് അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇതില്ലെങ്കിൽ എന്തെങ്കിലും പ്ലേറ്റ് കൊണ്ടോ അടപ്പ് കൊണ്ടോ അടച്ചാലും മതി. ഇനി ഇത് നമുക്ക് ഏകദേശം ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാൻ 45 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഞാനതെടുത്തിട്ട് അവനിൽ വെച്ച് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അവനിൽ തന്നെ വയ്ക്കണമെന്നില്ല, ഇപ്പോൾ നമുക്ക് കനലിട്ടിട്ടായാലും ചെയ്യാം. ഞാനിപ്പോൾ കനലിടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവനിൽ വെച്ച് ചെയ്യണം. ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് പകുതി വേവായി കഴിയുമ്പോൾ അത് നമുക്ക് എന്തുകൊണ്ടെങ്കിലും നന്നായി ചതച്ച്, ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല, ഒന്ന് ചതച്ചതിന് ശേഷം ബാക്കി കൂടി വേവിച്ചെടുക്കണം. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള വഴറ്റുക, പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തക്കാളി, അതുപോലെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി തക്കാളി ഇടാം. തക്കാളി ഒന്ന് ഉടഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് മറ്റ് പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കും. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട്, അത് വെള്ളം കൂടി പോയാൽ പാടില്ല, ഒന്ന് കുഴയുന്ന പോലെ കുഴയുന്ന പാകത്തിൽ ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ വാഴയില എടുത്തിട്ട് അത് വാട്ടിയെടുത്തേക്കുന്നു. തീരെ മുകളിൽ കാണിച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലെയിമിൻ്റെ മുകളിൽ കാണിച്ചാൽ മതി.
അങ്ങനെ ഒന്ന് വാറ്റിയെടുത്തതിന് ഈ ഇലയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല പകുതി നമ്മളിതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി അതിൻ്റെ മുകളിൽ 2 കറിവേപ്പില വെച്ചിട്ട് ഈ ബീഫിൻ്റെ പീസ് ബീഫിൻ്റെ പീസ് ഞാൻ ഇപ്പോൾ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ആണ് അത് ഗ്രില്ല് ചെയ്തെടുത്തേക്കുന്നത്. ഇനി അത് ചൂടോടെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബീഫിൻ്റെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. അത് കഴിഞ്ഞ് മുകളിൽ 2 കറിവേപ്പിലയും കൂടി വെച്ചിട്ട് ബാക്കിയുള്ള മസാലയും കൂടി അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് മസാലപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. നന്നായി പൊതിഞ്ഞ് ദോശക്കല്ലുമ്മയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് ഒന്ന് ഗ്യാസ് കത്തിച്ച് അല്ലെങ്കിൽ അടുപ്പ് കത്തിച്ചിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ ചൂടാക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ആവിയിൽ നന്നായിട്ടത് വെന്ത് പിടിക്കും. 5 മിനിറ്റ് ഏകദേശം 5 മിനിറ്റൊക്കെ ഇത് ലോ ഫ്ലെയിമിലിട്ട് വെച്ചതിന് ശേഷം അത് ഒന്ന് മടച്ചിട്ടിട്ട് അതുപോലെ തന്നെ 5 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഏകദേശം 5 മിനിറ്റ്, അങ്ങനെ 5 ഏകദേശം 10 മിനിറ്റ് ഇത് വേവിക്കുക. അപ്പോൾ 10 മിനിറ്റ് കൊണ്ടത് വെന്തിട്ടില്ല എന്ന് തോന്നണമെങ്കിൽ പിന്നെയും നമുക്ക് 5 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം, കുഴപ്പമില്ല. വെള്ളം വറ്റുന്നതനുസരിച്ച് നമ്മൾ വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ 10-15 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ആവിയൊക്കെ ഉണ്ട്, നല്ല മസാല നന്നായിട്ട് ബീഫിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. മീനൊക്കെ പൊള്ളിക്കുന്നത് പോലെ തന്നെ ആണിത് ചെയ്യുന്നത്. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് ഇടാൻ പറ്റണമെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ ഇടുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു.